ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് മുകേഷ് ഏട്ടനെ ലൈഫിലേക്ക് കിട്ടിയത്. അത് ഞാൻ എൻ്റെ ഒരു പോസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഗിഫ്റ്റഡ് ബൈ ദ ഗോഡ് എന്നും പറഞ്ഞു. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇത് അത് തന്നെ പ്രേമം. എനിക്ക് ഫാദർ ഇല്ലാത്തത് കൊണ്ടാവാം എനിക്ക് ആ ഒരു കെയറിങ് അവിടെ നിന്ന് കിട്ടുന്നു. ഹീസ് ജെനുവിൻ ആൻഡ് ഹീസ് എ ജംപ് ഫോർ മീ. അത് ഞാൻ എല്ലായിടത്തും തുറന്നു പറയും. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരാ ഉള്ളത്? മുകേഷ് നായർ എന്ന് പറയുന്ന വ്യക്തി പലരും പറയുന്നത് മറ്റേ വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരുത്തനാണെന്നാണ് പലരും പറയുന്നത്. വേറെ വല്ല ബന്ധങ്ങളുണ്ടോ? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യൻ. പക്ഷെ ഒരു പെണ്ണായ ഞാൻ കൂടെ മിക്ക സമയങ്ങളിൽ ഉണ്ടാവുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറയുകയാണ്, മുകേഷ് നായർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ തെറ്റാണ്. ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ? അത് സംഭവബഹുലമായ ഒരു കഥയാണ്. മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയായി ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ്. കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയിക്കാനുള്ള സകല തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ. എനിക്കെതിരെ പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമുള്ള ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് ചേർന്നിട്ട്, ഇൻഫ്ലുവൻസേഴ്സ് ചേർന്ന്, കാരണം വേറെ ഒന്നുമല്ല, 1000-ത്തിലധികം ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേൾഡ് റെക്കോർഡുള്ള ആളാണ്. അതിൽ 2000-ത്തിലധികം ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നാഷണൽ ഇന്റർനാഷണൽ. ഇവർക്കൊന്നും ഒരു വർക്കും കിട്ടുന്നില്ല. അത് എന്റെ കുറ്റമല്ല കിട്ടാത്തത്. ഞങ്ങളൊക്കെ വെറും മറ്റേ ഞാനൊരു ലോ സ്റ്റുഡന്റും കൂടെയാണ്. ഇതുപോലുള്ള എന്നോട് ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ ശല്യം കൂടിയപ്പോൾ നിയമം പഠിക്കാൻ പോയ ആളാണ്. ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പൊ എനിക്കെതിരെയാണ്. വെറുതെ ചിരിപ്പിക്കരുത്. അത്തരത്തിൽ നിൽക്കുന്ന എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്നുള്ള കാര്യം പൂർണ്ണമായും എനിക്ക് തെളിയിക്കാൻ കഴിയും. അത് തെളിയിച്ച് വരുന്നവരെ നിങ്ങൾ തെറ്റായ അഭ്യൂഹങ്ങളിലൊന്നും പോകരുത്.